വിളിച്ച ദൈവം വിശ്വസ്തൻ. നിങ്ങളെ വിളിച്ചത് യേശുവാണെങ്കിൽ, നിങ്ങൾ യേശുവിന്റെ ശബ്ദം കേട്ടാണ് ദൈവത്തിന്റെ പൈതലായി മാറിയതെങ്കിൽ കർത്താവ് ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങളോട് കൂടെ അവനിരിക്കും. ഇത് കർത്താവിന്റെ വലിയ വാഗ്ദത്തമാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. യേശു പറഞ്ഞ വാക്കാണ്. ശിഷ്യന്മാരോട് കൂടെ അവരായിരുന്ന എല്ലാ പ്രതിസന്ധിയിലും യേശു കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയ പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേലിനോട് പറയുന്ന വാഗ്ദത്തമാണ്, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെ പോരും. ആവർത്തന പുസ്തകം 31:6 ബലവും ധൈര്യമുള്ളവരായിരിക്കും. നീ അവരെ പേടിക്കരുത്, ഭ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. മോശയോട് ദൈവത്തിന്റെ വാഗ്ദാനം പറയുക, നീ ശത്രുവിനെ പേടിക്കണ്ട, നിന്നോടുകൂടെ യഹോവ പോരുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അപ്പൊ ദൈവം തൻ്റെ ദാസന്മാരോട് കൂടെ, തൻ്റെ ജനത്തോട് കൂടെ ഇരിക്കുകയാണ്. മോശ കടന്നു പോകുമ്പോൾ യോശുവയെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയാണ്, ദൈവം നിന്റെ കൂടെ പോരുകയാണ്. കാരണം ആ ദൈവം തന്നെ മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആ ദൈവശബ്ദം കേട്ട മോശ പറയാ, ദൈവം നിങ്ങളോട് കൂടെ പോരുന്നു, അവൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അപ്പൊ ദൈവം കൂടെ പോന്നോ, ദൈവം കൂടെ ഉണ്ടായിരുന്നോ? ഇത് പലപ്പോഴും സംശയമുള്ളതൊക്കെ കാര്യമാണ്. ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തിന്റെ ഭക്തന്മാരും ഒക്കെ ഒരുപാട് പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ആകുലപ്പെടാറുണ്ട്, സംശയിക്കാറുണ്ട്. ദൈവം കൂടെ ഉണ്ടോ? എങ്ങനെ വിടുതൽ ഉണ്ടാകും? യോശുവയോട് ദൈവം ഇത് പറഞ്ഞിട്ട് അടുത്ത യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ യോശുവ ഏകനായി മാറി, മോശ മരണം വഴിയായി മാറ്റപ്പെട്ടു. ദൈവം യോശുവയോട് പറയുകയാണ്, 1-ാം അധ്യായം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചല്ലോ. ഹല്ലേലൂയ. കണ്ടോ? അപ്പൊ മോശ മുഖാന്തരം യോശുവയോട് പറഞ്ഞു, നീ പോകുന്നിടത്തൊക്കെയും യഹോവ നിന്നോട് കൂടെ ഉണ്ട്, നിന്നെ കൈവിടുകയാൽ ഉപേക്ഷിക്കുകയില്ല. ആ വാഗ്ദത്തം അതുപോലെ ദൈവം വീണ്ടും പറയുകയാണ്, നീ പോകുന്നിടത്തൊക്കെയും യോശുവേ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. വീണ്ടും കർത്താവ് പറയാം, ഭയപ്പെടേണ്ട, കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നിന്നോട് മോശയല്ല ഇപ്പൊ പറയുന്നത്, ഇപ്പോൾ ദൈവം ഞാൻ തന്നെ പറയുകയാണ്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം, നീ കൂടെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പക്ഷെ പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ സംശയിക്കാറുണ്ട്. നമ്മൾ സംശയിക്കുമ്പോൾ തന്നെ നമ്മെ കാണുന്ന മറ്റുള്ളവർ, ജാതികളായ സാധാരണക്കാർ, അവർ തിരിച്ചറിയുന്നു നമ്മുടെ കൂടെ ദൈവമാണെന്ന്. നമ്മുടെ ചുറ്റുപാടുള്ളവർ മാത്രമല്ല, പൈശാചിക ശക്തികളെ ആശ്രയിച്ച് നിൽക്കുന്ന മനുഷ്യരും മന്ത്രവാദികളും തിരിച്ചറിയുന്നു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമുക്ക് മാത്രം അത്രയും വിശ്വാസം വരുന്നില്ല. നോക്കണം, യോശുവയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ യോശുവ ഒറ്റുകാരെ അയക്കുകയാണ് എരിഹോവിലേക്ക്. അപ്പൊ ഒറ്റുകാര് ചെന്ന് എരിഹോ സൂക്ഷ്മമായി പരിശോധിക്കാൻ ചെല്ലുമ്പോൾ രാഹാബ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കണ്ടു. അപ്പൊ ആ രാഹാബ് എന്ന് പറയുന്ന ആ നാട്ടിലെ ഒരു സ്ത്രീ, ആ നാട്ടിലൊക്കെ വളരെ പരിചിതയായ ഒരു സ്ത്രീ ഈ യഹൂദന്മാരായ ആളുകളോട് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് അറിയാമോ? 2-ാം അധ്യായം 10-11 നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോരി രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ഹല്ലേലൂയ. നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ലെങ്കിലും അവര് കേൾക്കുന്നുണ്ട് നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്നും, അവരറിയുന്നുണ്ട്, ജാതികളായ ആളുകൾ അറിയുന്നുണ്ട് ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ എന്താണെന്നും, നമ്മുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്നും മറ്റുള്ളവർക്കറിയാം. നമ്മളൊന്ന് ഉൾക്കൊണ്ടാൽ മതി. അപ്പൊ ചില സാക്ഷ്യങ്ങളൊക്കെ ചിലർ പറയുമ്പം അപ്പോഴാണ് നമുക്കൊരു ഉറപ്പ് കിട്ടുന്നത്, നമ്മൾ പറയേണ്ടതാണെങ്കിൽ പോലും. കാരണം ചില പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുക, ദൈവം എന്നെ കൈവിട്ടോ, ദൈവം എന്നെ വിട്ടുപോയോ, വിട്ടേച്ചു പോയോ, ആരും കൂടെ ഇല്ലല്ലോ. പക്ഷേ മറ്റുള്ളവർ പറയുന്ന ചില സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ കൂടെ ദൈവം ഇരുന്ന് അത്ഭുതം ചെയ്തത് ഞങ്ങൾ കേട്ടു, ഞങ്ങളുടെ മനസ്സ് ഉരുകിയിരിക്കുന്നു, പേടിച്ചിരിക്കുകയാണ്. ഇനി ദൈവം തന്നെയാണ്, യഹോവ തന്നെയാണ് ആകാശത്തിലും സ്വർഗത്തിലും ഭൂമിയിലൊക്കെയും ദൈവം. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം കാരണം, ഒരു ബിലയാം എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഇറാഖിൽ നിന്നുള്ള മന്ത്രവാദി മനുഷ്യൻ, മെസ്സൊപ്പൊട്ടോമിയക്കാരൻ മന്ത്രവാദി ബാലാക്ക് എന്ന് പറയുന്ന മോവാബ് രാജാവ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുക ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ.
മന്ത്രവാദിയാണ്. അപ്പൊ ആ മന്ത്രവാദിയായ മനുഷ്യൻ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറിയെന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ നോക്കിയപ്പോൾ അവൻ കാണുന്ന കാഴ്ച അവൻ വിവരിക്കുകയാണ്. സംഖ്യാപുസ്തകം 23 21 മുതൽ. യാക്കോബിൽ തിന്മ കാണുവാനില്ല. അവൻ നോക്കിയപ്പോൾ ഇങ്ങനെ കാണുന്നു, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനില്ല. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. ദൈവം അവനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. അതുകൊണ്ട് ആഭിചാരം പറ്റുകയില്ല, ലക്ഷണവിധി ഏൽക്കുകയില്ല. നോക്കിക്കേ, ഒരു മന്ത്രവാദി ഈ ജനത്തെ നോക്കിയപ്പോൾ കാണുന്നത് ദൈവം അവരുടെ നടുവിൽ നിൽക്കുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞ വാക്ക്, ഞാൻ നിന്നോട് കൂടെ പോരുന്നു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, നിന്നെ കൈവിട്ടേച്ച് പോവുകയില്ലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിശ്വാസം വരുന്നില്ലായിരിക്കും. പക്ഷെ മന്ത്രവാദിക്കറിയാം നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന്. ആ വിചാരം ചെയ്യുന്നവനറിയാം നമുക്കിത് ഏൽക്കുകയില്ല, കാരണം ദൈവം നമ്മുടെ നടുവിൽ നിൽക്കുകയാണ്. ഇന്ന് നിങ്ങൾ വിശ്വസിച്ചോ? സാഹചര്യങ്ങൾ പലതും കാണുമ്പോൾ ദൈവം നമ്മളെ കൈവിട്ടേച്ച് പോയി എന്നൊക്കെ ചിന്തിച്ചാലും നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ നന്നായിട്ട് അറിയാം നമ്മളെ തൊടാൻ പറ്റത്തില്ലെന്നും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് സംശയങ്ങളെല്ലാം മാറ്റിക്കോ. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങളുടെ ശത്രു തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും ദൈവം നമ്മളെ കൈവിടുന്നില്ല. അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാ പ്രതിസന്ധികളും നടുവിലും. ഹല്ലേലൂയ. അപ്പൊ ഈ കർത്താവ് തരുന്ന ഉറപ്പതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ ദൈവം പറയാണ്, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഭ്രമിക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഓ, ദൈവം പറയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ താങ്ങും. അതേ പ്രിയമുള്ളവരെ, യേശു പറഞ്ഞില്ലേ, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-20 വാക്യം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-37 വാക്യം. എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കർത്താവ് ഉറപ്പായി പറയുക. ആ കർത്താവ് ഇറങ്ങി വന്നു. സ്ലീഹന്മാർ, അപ്പോസ്തലന്മാർ കഷ്ടതയിൽ കടന്നുപോയ സമയത്ത് അവൻ ഇറങ്ങി വന്നു. ഒറ്റപ്പെട്ടപ്പോൾ ഇറങ്ങി വന്നു. പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇറങ്ങി വന്നു. തന്റെ ജനത്തെ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുവാൻ അവൻ ഇറങ്ങി വരും. അതെ, കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നാം അറിയുന്നില്ലെങ്കിലും മറ്റുള്ളവർ അറിയുന്നു. പൈശാചിക ശക്തികൾ തിരിച്ചറിയുന്നു നമ്മുടെ കൂടെ ദൈവ സാന്നിധ്യമുള്ളത്. ആമേൻ. നമ്മളെ ഒരിക്കലും അവൻ കൈവിടുകയില്ല, അവൻ ഉപേക്ഷിക്കുകയില്ല. ഇന്നത്തെ ഈ ദിവസം പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന അതാണ്. നിങ്ങൾ സ്വീകരിച്ചോ? കർത്താവ് കൂടെ ഉണ്ട്, കൈവിട്ടേച്ച് പോകത്തില്ല. ആമേൻ. നീ പോകുന്നിടത്തൊക്കെയും യഹോവ അവൻ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും ഞങ്ങൾ പലപ്പോഴും ദൈവം ഞങ്ങളെ കൈവിട്ടേച്ച് പോയോ? എന്തുകൊണ്ടാണ് ഈ പ്രതികൂലങ്ങൾ മാറാതെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നത് ചിന്തിക്കുമ്പോഴും ഞങ്ങളെ കൈവിട്ടിട്ട് പോകുന്നവനല്ല, ഞങ്ങളെ വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി നന്ദി. ഞങ്ങൾ വിശ്വാസത്താൽ തിരിച്ചറിയുകയാണ്. കർത്താവേ, മറ്റുള്ളവരത് കാണുമ്പോൾ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ നടുവിൽ നിൽക്കുന്നു. ശത്രുക്കൾ കാണുമ്പോൾ ഞങ്ങളോട് കൂടെ ദൈവം ഉണ്ട്. ഹല്ലേലൂയ. യേശു പറഞ്ഞതുപോലെ ഞങ്ങളുടെ നടുവിൽ കർത്താവെ അവിടെ നിന്നുള്ളത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾ ഒരിക്കലും കൈവിടാത്ത ദൈവം. ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന, അടുത്തറിയുന്ന അത്ഭുതങ്ങൾ ഇന്നത്തെ ദിവസം അവർ കാണട്ടെ. കർത്താവെ, അവിടുന്ന് കൂടെ ഉണ്ടെന്ന് ഉറപ്പായി വരുന്ന ദൈവിക വിടുതലുകൾ അവരിൽ വെളിപ്പെട്ടു വരട്ടെ. ദൈവിക ആശ്വാസവും സമാധാനവും നിറഞ്ഞു വരട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പതിവ് പോലെ വെള്ളിയാഴ്ച ദിവസം രാത്രി ഇന്ത്യൻ സമയം 11 മുതൽ 12 വരെ, UAE സമയം രാത്രി 9 മുതൽ 10 വരെയുള്ള സമയം നമുക്ക് ഓൺലൈൻ വർഷിപ്പ് ഉണ്ട്, പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാം, പ്രാർത്ഥിക്കാം, നിങ്ങൾക്കുള്ള ദൂത് കേൾക്കാം. ജോയിൻ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്ലസ്ഡ് ഡേ.